السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യിദല്ലാഹു തആല ബിനസ്രിഹി നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇംറാനിലെ 95-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫമൻ ഇഫ്തറാ അലല്ലാഹിൽ കദിബ മിൻ ബഅദി ദാലിക ഫൗലായിക ഹുമുൽ ളാലിമൂൻ. ഫമൻ ഇഫ്തറ, ആരെങ്കിലും ആരോപിച്ചാൽ, അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ, അൽ കദിബ, കളവ്, മിൻ ബഅദി ദാലിക, ഇതിന് ശേഷം, ഫൗലായിക, അവർ, ഹും, അവർ തന്നെയാണ്, അൽ-ളാലിമൂന, അക്രമികൾ, തെറ്റു ചെയ്യുന്നവർ. ഫമൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ, അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതനുസരിച്ച് 1,24,000 പരം പ്രവാചകന്മാരെ ഈ ഭൂമുഖത്ത് മനുഷ്യർക്ക് ഏകനായ ദൈവത്തിലേക്ക് ആരാധന നടത്തി സായുജ്യം പ്രാപിക്കാൻ വേണ്ടി അവൻ നിയോഗിച്ചിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടായി. ആ പ്രവാചകൻ പഠിപ്പിച്ച ആ ചര്യ നമ്മൾ എല്ലാ പ്രവാചകന്മാരെയും ആദരിക്കുന്ന, അവർ കൊണ്ടുവന്ന സന്ദേശത്തെ ശരിയായ നിലയിൽ മനസ്സിലാക്കുന്ന സത്യവിശ്വാസികൾ ദൈവകൽപ്പനകൾക്ക് വിധേയമായിട്ട് മാത്രം പ്രവർത്തിക്കേണ്ടതാണ്. ഇത് മാനവരാശിയുടെ അവസാനം ഒരു കണ്ണിയുണ്ടെങ്കിലും അവരെയും ബോധ്യപ്പെടുത്തുന്നതിനായി അല്ലാഹു അതിൻ്റെ നടപടിക്രമങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ അല്ലാഹു തആല പറഞ്ഞ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഈ വചനത്തിൽ പറയുന്നത്. അതായത് ഫമൻ ഇഫ്തറ അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ ആരെങ്കിലും കെട്ടിച്ചമച്ച് പറഞ്ഞാൽ, അൽ കദിബ, കളവ്, അല്ലാഹു തആല പറയാത്ത, അത് ചെയ്ത് കാണിക്കാത്ത അത്തരത്തിലുള്ള കാര്യം അല്ലാഹു പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇതാണ് മതത്തിൻ്റെ അധ്യാപനം എന്ന് പറഞ്ഞ് സ്ഥാപിക്കുക. അതിനാണ് ഈ കളവ് കെട്ടിച്ചമയ്ക്കുക എന്ന് പറയുന്നത്. ദൈവം പറഞ്ഞിട്ടില്ലാത്ത
അനുവദിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് ദൈവം പറഞ്ഞതാണ് എന്ന് പറയുന്നതിനാണ് ആരോപണം എന്ന് പറയുന്നത്. ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് നമ്മൾ ഒരാളിൽ ആരോപിക്കുമ്പോൾ അതൊരു ആരോപണമാണ് എന്ന് പറയാം. ഇതുപോലെ ഇവിടെ ചോദിക്കുന്നത് ഫമൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ, അള്ളാഹുവിൻ്റെ മേൽ ഈ കളവ് ആരോപിക്കുന്നത് ആരാണ്? മിൻ ബഅദി ദാലിക, ഇതിന് ശേഷം എന്ന് പറയുന്ന ഈ സംഭവം മൂസാ നബി അലൈഹിസ്സലാം തൗറാത്തുമായി അള്ളാഹുവിൻ്റെ വചനങ്ങളുമായി വന്നു. അതിനു മുമ്പ് യാക്കൂബ് നബി അലൈഹിസ്സലാം, അതായത് ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പ്രവാചകൻ, ആഹാര സംബന്ധമായ ചില കാര്യങ്ങൾ, ചില നിയമവ്യവസ്ഥകൾ അല്ലാഹു തആല മനുഷ്യർക്ക് അതാത് കാലങ്ങളിൽ സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അവർക്കിഷ്ടമുള്ളത് കഴിക്കാം എന്നുള്ളതായിരുന്നു വ്യവസ്ഥ. അതിൽ അവർ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി. അത് എല്ലാം വേണ്ട എന്ന തീരുമാനത്തിലെത്തുകയും ഇഷ്ടമുള്ളത് അവർ കഴിക്കുകയും ചെയ്തു. ഇവർ ഇങ്ങനെ ആയതുകൊണ്ട് അതിൽ ചില കാര്യങ്ങൾ നിയന്ത്രണം വരുത്തി ഇവരെ ഒന്ന് പരീക്ഷിക്കാമെന്ന് അള്ളാഹു വിചാരിച്ചു. അങ്ങനെ തൗറാത്തിലൂടെ ചില നിയന്ത്രണങ്ങൾ ഭക്ഷണ കാര്യത്തിൽ ഏർപ്പെടുത്തി. പക്ഷേ അവർ അത് തൗറാത്തിൽ പറഞ്ഞതിനെ സ്വീകരിക്കാതെ ഇസ്രായേൽ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് അവരുടെ ഇഷ്ടമനുസരിച്ച് അതിനെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവകൽപ്പന വന്നു കഴിഞ്ഞതിന് ശേഷവും, അതായത് മൂസാ നബി അലൈഹിസ്സലാമിന് വേദഗ്രന്ഥം ലഭിച്ചു, വ്യക്തമായ ഉപദേശങ്ങളും താക്കീതുകളും കൽപ്പനകളും നിരോധനങ്ങളും പുറപ്പെടുവിച്ച് കഴിഞ്ഞതിന് ശേഷവും അവർ പഴയ രീതിയിലുള്ള തെറ്റായ നടപടികൾ ചെയ്യാൻ തുടങ്ങി. അത് സംബന്ധമായിട്ടാണ് ഇവിടെ പറയുന്നത് ഫമൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ, അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമച്ച് പറയുക. ഇപ്പം തന്നെ നമുക്ക് ഈ വചനത്തെ വെച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ദീനിനകത്ത് ദീൻ പഠിപ്പിക്കാത്ത കാര്യം പ്രവർത്തിച്ചുകൊണ്ട് ഇത് ദീനാണ് എന്ന് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ ആളിനെ വിടുന്നത് ദീനിൻ്റെ യഥാർത്ഥമായ അധ്യാപനം പഠിപ്പിക്കുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ കെട്ടിച്ചമച്ച കുറേ കാര്യങ്ങളായിരിക്കും സമൂഹത്തിൽ നടത്തുന്നത്. ഇപ്പോൾ തന്നെ ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലാണ് പ്രത്യേകിച്ച് ഇങ്ങനെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു മുസ്ലിം വിഭാഗം ആളുകൾ നബിദിനത്തിൻ്റെ പേരിൽ ഇനി ഒരു 10-12 ദിവസക്കാലം അതിൻ്റെ പിന്നിലാണ്. അല്ലാഹു തആല പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, അത് അവരുടെ ജീവിതത്തിൽ 63 വർഷക്കാലം ജീവിച്ച ഒരു മനുഷ്യൻ്റെ ഒരു ദിവസമെങ്കിലും ഒരു ജന്മദിനമെങ്കിലും ആഘോഷിച്ചു, എന്തെങ്കിലും ചെയ്തു. പക്ഷേ ഇന്നതിന് എത്ര ചർച്ചകളും കാര്യങ്ങളുമാണ് നടക്കുന്നത്. ഇല്ലാത്ത ഒരു കാര്യമുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി. ഇനി ജനിച്ച ദിവസം തന്നെയാണ് വഫാത്തായതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെയെങ്കിൽ ഈ ജനിച്ച സന്തോഷമാണോ മരിച്ച സന്തോഷമാണോ, എന്താണ് ഇവർ നടത്തുന്നത്? അപ്പോൾ ഈ കാര്യങ്ങൾ മതത്തിൻ്റെ അധ്യാപനങ്ങളാണ്. ഇത് നമ്മൾ ഈ വചനം വെച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ഫമൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ, ആരുടെ കള്ളം അല്ലാഹുവിൻ്റെ മേൽ ആരാണോ ആരോപിക്കുന്നത്, കെട്ടിച്ചമയ്ക്കുന്നത്, ഇല്ലാത്തത് പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പം ജീവിച്ചിരിക്കുന്ന ചില ആളുകൾ മാതാ അമൃതാനന്ദമയ്യെ പോലുള്ള ആളുകളുടെ ജന്മദിനങ്ങളൊക്കെ ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകൾ കാണിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾക്കും ഉണ്ട് ഒരു പ്രവാചകൻ, അത് വലിയ പ്രവാചകനാണ്, അതുകൊണ്ട് അതിന് ചില കാര്യങ്ങൾ നടത്തണമെന്ന് അവർ തീരുമാനിച്ചു. മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് ദീനിൽ ഒന്നും കൂട്ടിച്ചേർക്കുവാനോ ഒന്നും കുറയ്ക്കുവാനോ ഇല്ല. അത് സമ്പൂർണമായതാണ്. അത്
കാലത്തിന് മനുഷ്യർക്ക് അനുഗുണമായ നിലയിൽ അത് പ്രഖ്യാപിക്കപ്പെട്ടതാണ്. അതിലെ തെറ്റുകൾ ഇപ്രകാരം കടന്നുകൂടുമ്പോൾ അതിൻ്റെ ശരിയെ മനുഷ്യർക്ക് ബോധനം ചെയ്യുന്നതിന് അള്ളാഹുവിൻ്റെ ദീനായതുകൊണ്ട് അവൻ അതിൻ്റെ നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് ചോദിക്കുന്നത്, നിഫ്തറ അലല്ലാഹിൽ കദിബ, അള്ളാഹു പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളം കെട്ടിച്ചമച്ച് ആരോപിക്കുന്നവരെക്കാൾ വലിയ അക്രമിയുണ്ട്. ഉലായിക്ക ഹുമുല്ലാലിമൂൻ, അവർ അക്രമികളാണ് എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് നല്ല കാര്യമാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണിച്ചു. അങ്ങനെയാണെങ്കിൽ അതുപോലെ ആദം നബി മുതൽ എങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള 1,24,000 പ്രവാചകന്മാരുടെ ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ ദിവസങ്ങളുണ്ടോ? ഇതൊക്കെ തെറ്റായ നടപടികളാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. അവർ നൽകിയ സന്ദേശം, അള്ളാഹു തആലയുടെ പ്രവാചകന്മാരിലൂടെ നൽകിയ സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞ് അവനെ നിങ്ങൾ ആരാധിക്കുക. അവൻ പുറപ്പെടുവിച്ച കൽപ്പനകൾ നിങ്ങൾ അഖിലവും പാലിക്കുക. അവൻ പറയാത്ത കാര്യങ്ങളുടെ പുറകെ നടന്ന് നിങ്ങളുടെ ജീവിതവും ധനവും സമയവും നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് വിശുദ്ധ ഖുർആനും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിക്കുമ്പോൾ അവയൊക്കെ തിണ്ണവൽ ഗണിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം കാര്യങ്ങൾക്കാണ് ഇന്ന് ആളുകൾ ചെവി കൊടുക്കുന്നത്. അള്ളാഹ് പറഞ്ഞ കാര്യത്തിലേക്കല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യത്തിലേക്കല്ല. ആ പ്രവാചകനും അള്ളാഹുവും പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും അതൊന്ന് ഉണർത്തിത്തരുന്നതിന് വേണ്ടി വന്ന ആൾ പറയുന്നത് സ്വീകരിക്കുവാൻ നമ്മൾ ആരുടെ പുറകിലാണ്, എന്തിനാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതാണ്. ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, വെൻ Allah rendered the food of the Israels lawful, ഇസ്രായേൽ സന്താനങ്ങൾക്ക് അവരുടെ ആഹാരം നിയമവിധേയമാക്കി കൊടുത്തു. The latter began counter-attacking the very laws of Allah. അങ്ങനെ വന്നപ്പോൾ ഈ ജൂതന്മാരെന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അവർ കൗണ്ടർ അറ്റാക്ക് നടക്കാൻ തുടങ്ങി. അത് ഞങ്ങൾ നേരത്തെ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, അതാണ് ഞങ്ങളുടെ ഇത് എന്ന്. ആൻഡ് ഡിസൈനിങ് ദെയർ ഓൺ ലോസ് ഓഫ് ദ ലാഫുൾ ആൻഡ് ഫോർബിഡൻ, നിയമവിധേയമായതെന്താണ്, നിയമവിധേയമല്ലാത്തതെന്താണ്, നിരോധിക്കപ്പെട്ടതെന്താണ് എന്ന് ഞങ്ങൾ പറയും എന്ന് ഇന്ന് ഇവിടെ കേരളത്തിലൊക്കെ ഭയങ്കര ചർച്ച നടക്കുക അല്ലേ? നബിദിനം ആഘോഷിക്കാമോ, ആഘോഷിക്കാൻ പാടില്ലേ, എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ച. അപ്പോൾ അവർ പറയും എന്താണ് നബിദിനം ആഘോഷിക്കണോ ആഘോഷിക്കണ്ടോ എന്ന്. അല്ലാതെ അള്ളാഹ് എന്ത് പറഞ്ഞു, റസൂലുള്ളാഹി എന്താ പഠിപ്പിച്ചത് എന്നതല്ല പറയുന്നത്. ഇവിടുത്തെ ഇത്തരത്തിലുള്ള ആളുകൾ, അതായത് ഇവിടെ ജൂതന്മാരെന്താ പറയുന്നത്, അവർ പറഞ്ഞത് ദെയർ ഓൺ ലാസ്, അവരെന്താ ചെയ്യുന്നത്, ദ വെരി ലാസ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ആൻഡ് ഡിസൈനിങ് ദെയർ ഓൺ ലാസ്, എന്നിട്ട് അവരുടെ നിയമങ്ങൾ അവർ രൂപകൽപ്പന ചെയ്യുകയാണ്. ഓഫ് ദ ലാഫുൾ ആൻഡ് ഫോർബിഡൻ, അത് അനുവദിക്കപ്പെട്ടതെന്താണ് നിരോധിക്കപ്പെട്ടതെന്താണ് എന്ന് അവർ തീരുമാനിക്കും. അല്ലാഹു തആലയ്ക്കുള്ള ആ തീരുമാനത്തിനൊരു പങ്കുമില്ല, പ്രവാചകൻ പറഞ്ഞതിനും ഒരു പങ്കുമില്ല. ഇന്ന് അവർ തീരുമാനിക്കും. അതാണ് ഇവിടെ പറയുന്നത്. കൗണ്ടർ അറ്റാക്കിങ് ദ വെരി ലാസ് ഓഫ് അള്ളാഹ് ആൻഡ് ഡിസൈനിങ് ദെയർ ഓൺ ലാസ് ഓഫ് ദ ലാഫുൾ ആൻഡ് ഫോർബിഡൻ, അനുവദനീയമേതാണ് അനുവദിക്കപ്പെടാത്തത് ഏതാണ് എന്ന് ഞങ്ങൾ പറയും. ഇന്നിപ്പം പണ്ഡിതന്മാർ പറയുന്നത് പോലെ അതേ രീതി. സച്ച് ആൻ ആക്ട് അമൗണ്ട്സ് ടു ഫോർജിങ് ലൈ ഓൺ അള്ളാഹ്, ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമയ്ക്കലാണ്. ഫോർ അള്ളാഹ് നെവർ കമാൻഡഡ്, അള്ളാഹു തആല ഒരിക്കലും കൽപ്പിച്ചിട്ടില്ല. ദാറ്റ് വിച്ച് ദേ കമാൻഡ്, ഇവർ കൽപ്പിക്കുന്ന ഈ കാര്യം. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും അള്ളാഹു പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവർ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പാരലായിട്ട് നിയമങ്ങളുണ്ടാക്കി അതിവിടെ നടപ്പിലാക്കുക. എന്തിനാ? നല്ല ഉദരപൂരണം നടത്താനും പോക്കറ്റ് നിറയ്ക്കാനും നടത്തുന്ന ഇത്. അതിൻ്റെ പുറകിലാണ് ഇന്ന് ആളുകളുള്ളത്.
പോട്ടെ, മാടുകളുടെ പുറകെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വെരിലി ദേ വുഡ് ഹാവ് ടു അക്കൗണ്ട്സ് ഫോർ സച്ച് ലൈസ്. വെരിലി തീർച്ചയായിട്ടും ദേ വുഡ് ഹാവ് ടു അക്കൗണ്ട്സ് കണക്ക് പറയേണ്ടി വരും. അവരെ വിടുമെന്ന് വിചാരിക്കേണ്ട. ഫോർ സച്ച് ലൈസ്, ഈ കള്ളങ്ങൾ ഇപ്രകാരം കെട്ടിച്ചമച്ച് ആരോപിച്ച് നടപ്പിലാക്കിയ വിച്ച് ദേ ഇൻവെൻറ്റഡ് ഓൺ അള്ളാഹിൻ്റെ പേരിൽ അവർ കണ്ടുപിടിച്ച കള്ളങ്ങളാണിത്. വെൻ ദേ ചേഞ്ച്ഡ് ഹിസ് വേർഡ്സ്, അള്ളാഹുവിൻ്റെ വചനങ്ങളെ അവർ മാറ്റിമറിച്ചു. ആൻഡ് സെറ്റപ്പ് ദെയർ ഓൺ ലാസ്, എന്നിട്ട് അവർ അവരുടെ നിയമങ്ങളുണ്ട്. അത് ജൂതന്മാർ അവരത് അങ്ങനെ ചെയ്തപ്പോൾ, ഇസ്രായേൽ സന്താനങ്ങൾ അപ്രകാരം ചെയ്തപ്പോൾ അതെടുത്ത് ആ സംഭവം എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മളോട് പറയാം, എൻ്റെ അനുചരന്മാർ അങ്ങനെ ആവും അവരെ പോലെ. അവർ ഒരു പല്ലിയുടെ മാളത്തിൽ കയറിയെങ്കിൽ, ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ കയറിയെങ്കിൽ അവരും പോയി കയറുമെന്ന്. ഇന്നുപോലെ ഇവരെന്തെല്ലാം നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചാണ് ഇതെല്ലാം നടപ്പിലാക്കുന്നത്. Therefore, whoever goes against the instructions of Allah, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിരായിട്ട് ആരൊക്കെയാണോ പോകുന്നത്, ആൻഡ് ഡിഫോംസ് ഹിസ് വേർഡ്സ്, അള്ളാഹുവിൻ്റെ വാക്കുകളെ അപമാനപ്പെടുത്തുന്നത് ആരൊക്കെയാണോ, ഇറ്റ് ഈസ് ദം, അവർ തന്നെയാണ് ദ ട്രാൻസ്ഗ്രസേഴ്സ്, അതിക്രമകാരികൾ, അക്രമികൾ. ആൻഡ് ദേ ഷാൽ പേ ഫോർ ഇറ്റ്, അവർ അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ദേ ഷാൽ പേ ഫോർ ഇറ്റ്, അതിൻ്റെ വില കൊടുക്കേണ്ടി വരും. ലൈക്ക് കമൻറ്റഡ് ഇൻ ദ പ്രീവിയസ് വേഴ്സ്, ഇതിന് തൊട്ട് മുമ്പുള്ള വചനത്തിൽ പറഞ്ഞതുപോലെ, ആഫ്റ്റർ ദെയർ ഹേറ്റ്ഫുൾ ആക്ട്സ്, അവർ വെറുക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. അല്ലാഹ് വെരിലി കെയിം ടു ഡിനൈ ദം, അള്ളാഹു താല അവർ ചെയ്യുന്ന വെറുക്കപ്പെടുന്ന ആ കാര്യങ്ങളെ അള്ളാഹു താല അതിനെ പാടില്ല എന്ന് നിരോധിച്ചതാണത്. സം ഫുഡ്സ് ആസ് റിട്രിബ്യൂഷൻ ഫോർ ദ വേർഡ്സ് ദേ അട്ടേർഡ്, അവർ ഉച്ചരിച്ച ചില വാക്കുകളുടെ അതിക്രമം മൂലം ദൈവിക ശിക്ഷ എന്ന നിലയിലാണ് ആ ആഹാര നിയന്ത്രണത്തിലേക്ക് അത് എത്തിച്ചേർന്നത്. ആൻഡ് ദീസ് ഇൻസ്ട്രക്ഷൻസ് കെയിം അപ്പോൺ ദ അഡ്വെൻറ്റ് ഓഫ് മൂസ അലൈഹിസ്സലാം, ഈ നിർദ്ദേശങ്ങൾ വന്നത് മൂസ അലൈഹിസ്സലാമിൻ്റെ വരവോടുകൂടിയാണ്. അന്ത് തൗറാത്ത് വന്നതോട് അങ്ങനെ അവർക്കൊരു നിയമപുസ്തകം, നിയന്ത്രണ രേഖ അവർക്ക് വരച്ചു. പക്ഷേ ആ നിയന്ത്രണ രേഖയൊന്നും അവർ സ്വീകരിക്കുവാനും അതനുസരിച്ച് അവർ മുന്നോട്ട് പോകുവാനും തയ്യാറായില്ല. അങ്ങനെ തയ്യാറാകാത്തവരെക്കുറിച്ച് അവർ ഉലായിക ഹുമുല്ലാലിമൂൻ, അവർ തന്നെയാണ് അക്രമികൾ എന്ന് പറയുന്നു. ഇതുപോലെ വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അത് പഠിപ്പിക്കുന്നതിന് വേണ്ടി ആളും വന്നിരിക്കുന്നു. എന്നാലും നമ്മൾ നബിദിനം ആഘോഷിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് ദീനിൽ നടപ്പിലില്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് അവർ നടത്തുന്ന ആചാരാനുഷ്ഠാനങ്ങളാണെന്ന് നമ്മൾ കാണുന്നത്. അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അക്രമികൾ എന്നാണ്. അതുകൊണ്ട് തിരിഞ്ഞ് ചിന്തിക്കുവാനുള്ള ഒരവസരം ഈ സഹോദരങ്ങൾക്കുണ്ടാകട്ടെ. പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള, സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള, പരസ്പരം സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും സന്തോഷത്തോടും കൂടി ഈ ഭൂമുഖത്ത് ജീവിക്കുവാനുള്ള സൗകര്യങ്ങൾ അല്ലാഹു അവൻ്റെ നിയമവ്യവസ്ഥയിലൂടെ സംജാതമാക്കുമ്പോൾ ആ നിയമങ്ങളെ അതിലംഘിച്ചുകൊണ്ട് തങ്ങളുടെ സ്വന്തം സ്വാർത്ഥപൂരണത്തിനായി പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റായ നടപടികളിൽ നിന്നും സമൂഹം ഒഴിഞ്ഞു മാറിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. അല്ലാഹു തആലയുടെ പ്രത്യേക സംരക്ഷണയിലായിരിക്കട്ടെ നമ്മളെല്ലാവരും. ജസാക്കുമുല്ലാഹു ഹുസ്നൽ ജസാ. അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അടുത്ത പുതിയ വചനവുമായി നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.